എന്റെ കേരളം. അത് എത്ര പറഞ്ഞാലും പാടിയാലും മതിവരാത്ത ഒരു വികാരമാണ് മലയാളിക്ക്. അതുകൊണ്ട് തന്നെ കവിഹൃദയങ്ങൾ കവിതയിലും കഥകളിലും തുടങ്ങി നാടൻ പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും മറ്റ് കലാരൂപങ്ങളിലൂടെയുമെല്ലാം എത്ര വർണ്ണിച്ചാലും മതിയാവാതെ ഒരു മധുര 17കാരി എന്ന പോലെ ബാക്കി വച്ചിരിക്കുകയാണ്. പച്ചപ്പുതപ്പിന്റെ വശ്യത കൊണ്ട് നിറഞ്ഞ മലകളും കാടും പുഴയും കടലും കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ഈ മണ്ണ് ഇന്ന് നേരിടുന്നത് ജനസാന്ദ്രതയാണ്. ഗ്രാമങ്ങൾ ഓരോന്നായി പട്ടണത്തിന്റെ ഭാഗമാകുമ്പോഴും നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന 11,309 സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന വനഭൂമി നാം ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വനമേഖലയിൽ അകപ്പെട്ടതും ഒഴിഞ്ഞ പ്രദേശങ്ങളും കോർത്തിണക്കി പുതിയ പ്ലാന്റേഷനുകൾ ആരംഭിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതും കേരള സർക്കാരിന്റെ കീഴിൽ കൃഷി വകുപ്പിന്റെ ഉടമസ്ഥതയിലും 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1962 നിലവിൽ വന്നതാണ് ദി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. കശുവണ്ടിയും റബ്ബറും ഓയിൽ പാമും തുടങ്ങി കുരുമുളകും തേക്കും സുഗന്ധവിളകൾ ഉൾപ്പെടെ നിരവധി വിളകളും വിവിധ പ്ലാന്റേഷനുകളിലൂടെ ഉൽപ്പാദിപ്പിച്ചു വരുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരളത്തിനുള്ളിൽ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയായി 7ഓളം ജില്ലകളിലായാണ് പ്ലാന്റേഷൻ നടത്തിവരുന്നത്. ഇതിനൊപ്പം പ്ലാന്റേഷന് കീഴിൽ 4ഓളം ഫാക്ടറികളും ടൂറിസം മേഖലയിൽ നടത്തിവരുന്ന റിസോർട്ടിന്റെ പ്രവർത്തനത്തിലൂടെയും കഴിഞ്ഞ സാമ്പത്തിക വർഷം 120 കോടി രൂപയുടെ വിറ്റുവരവും 76 കോടിയുടെ ലാഭവും നേടി സംസ്ഥാനത്തെ മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുൻനിരയിലേക്ക് എത്തപ്പെട്ട പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇനിയും പുതിയ ഉയരങ്ങളിലേക്കുള്ള ചുവടുകൾ ആരംഭിക്കുകയാണ്. ദി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. വിളയിൽ നിന്ന് വ്യവസായത്തിലേക്കും പച്ചപ്പിൽ നിന്ന് വിനോദത്തിലേക്കും. ഇന്ന് വിവിധ വിളകളുടെ ഖനന ഭൂമിയായ 11ഓളം എസ്റ്റേറ്റുകളാണ് 7ഓളം ജില്ലകളിലായി പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലുള്ളത്. ഇവയെല്ലാം ഒന്നിനൊന്നോണം മികച്ചതായി പ്രകൃതി അനുഗ്രഹ വർഷം ചൊരിഞ്ഞ പോലെ നിലകൊള്ളുകയുമാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിന്റെ വനാന്തരങ്ങൾക്കരികിലായി നിൽക്കുന്ന ഈ പ്ലാന്റേഷനുകളിൽ ടൂറിസത്തിന്റെ സാധ്യത കൂടി കണ്ടെത്തിയിരിക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അതിന് ആദ്യമായി തെരഞ്ഞെടുത്തത് ടൂറിസം മേഖലയായ ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും മുതിർന്നു വീഴുന്ന പെരിയാറിന്റെ തീരത്ത് ആതിരപ്പള്ളി എസ്റ്റേറ്റിനുള്ളിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ തീർത്തും എക്കോ ഫ്രണ്ട്ലിയായ പ്ലാന്റേഷൻ വാലി പാം റിസോർട്ട് ഒരുക്കിയിരിക്കുന്നത്. തീർത്തും ഏതൊരു സഞ്ചാരിയുടെ മനസ്സിലും ഒരനുഭവം ഒരുക്കുന്ന ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയെയും അതീവ ശ്രദ്ധ നൽകിയാണ് പരിഗണിക്കുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ വിവിധ പ്രായത്തിലുള്ളവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പുഴയുടെ കളകളനാദവും വനാന്തരങ്ങളിൽ നിന്ന് വരുന്ന കിളികളുടെ നാദവും തണുത്ത കാറ്റിനും എല്ലാം ഒപ്പം ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കോട്ടേജുകളും സഞ്ചാരപ്രേമികളെ ഇവിടേക്കേറെ ആകർഷിക്കുന്നു. ആതിരപ്പള്ളിയുടെ ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും അവിടെ പോയവർ വീണ്ടും അവിടെ വരും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള കിട്ടുന്ന ഫെസിലിറ്റിയേക്കാൾ ഉപരി നേച്ചറുമായിട്ട് വളരെ ഇഴുകി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പുറത്ത് ഫോറസ്റ്റ്, പിന്നെ റിവറിൻ്റെ സൈഡിലാണ് ഈ ടൂറിസ്റ്റ് കോട്ടേജസ് സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിലൊക്കെ നമ്മളിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുമ്പോൾ ഈ പുഴയുടെ സംഗീതമൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. പിന്നെ റെയറായിട്ട് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കും, മാനൊക്കെ വന്നിട്ട്. അതൊക്കെ അതിൻ്റെ ഒരു വനമായിട്ടുള്ള ഒരു അടുപ്പം, നമുക്ക് ഒരു നേച്ചറുമായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഭയങ്കര ഡിമാൻഡാണ്. നല്ല ഒത്തിരി ആൾക്കാർ, ഒത്തിരി കസ്റ്റമേഴ്സ് അവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റ് വർഷവും അത് ലാഭത്തിലായിരുന്നു. അവിടെ ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ മാതൃകയിൽ 12 റിസോർട്ട് കൂടി ആരംഭിക്കുന്നതിനാണ്. എന്നാൽ ചില പരിമിതികളുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലമായതുകൊണ്ട് തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദം വേണം. എന്നാൽ ഇപ്പോൾ ആതിരപ്പള്ളിയിൽ നമ്മൾ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യുകയില്ല. അവിടുത്തെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും ചെയ്യുകയില്ല. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന 12 ലേബർ ലൈൻസ് നവീകരിച്ച് കോട്ടേഴ്സാക്കി മാറ്റുന്നതിനാണ് ആതിരപ്പള്ളിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾ എന്നാൽ ആതിരപ്പള്ളിയിൽ അവർക്ക് ഒരു ഓടി നടക്കാനൊന്നും സ്ഥലമില്ല. അവിടെ ചിൽഡ്രൻസ് പാർക്ക്
ആതിരപ്പള്ളിയിൽ ആരംഭിക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയ മത്സ്യക്കുളമുണ്ട്. അവിടെ മത്സ്യം വളർത്തിയിട്ട് ആ മത്സ്യത്തെ അവിടെ തന്നെ പിടിച്ച് ഉപയോഗിക്കുന്നതിന് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾക്ക് പുറമെ റിവർ ഫ്രണ്ടേജ് സൗകര്യമുള്ള റെസ്റ്റോറന്റും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ വിവിധ നാടുകളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾക്കായി വ്യത്യസ്ത ആഹാരം പാകം ചെയ്യാനുള്ള വിദഗ്ധ സൗകര്യവും മികച്ച കുക്കുകളുടെ സേവനവും ഒരുക്കിയിട്ടുള്ള ഇവിടെ സഞ്ചാരികൾക്ക് പ്ലാന്റേഷനുകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കി നൽകും. ഇവയെല്ലാം ആസ്വദിക്കാനായി ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഈ രംഗത്ത് പുതിയ പദ്ധതികൾക്കും PCക്ക് തുടക്കമിട്ടിരിക്കുന്നു. ടൂറിസ്റ്റ് മേഖലയിൽ നമുക്കിപ്പോൾ ഉണ്ടായ അനുഭവം പരിഗണിച്ചിട്ട് നമ്മുടെ ഓൺ ലാൻഡാണ് കാസർഗോഡ് ഉള്ള പെരിയയിലുള്ള ലാൻഡ്. പെരിയയിൽ നമ്മൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ പിന്നെ അനുമതി കിട്ടുവാണെങ്കിൽ ഒരു ബിയർ പാർലർ, അതോടൊപ്പം പിന്നെ നല്ല കോട്ടേജസ്, പിന്നെ ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രവുമായിട്ട് ബന്ധിച്ച ബേക്കലിൽ വരുന്ന ആൾക്കാർ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുവാണെങ്കിൽ അവർക്കിവിടെ വനത്തിൻ്റെ സൗന്ദര്യം കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ അതിന് ബഡ്ജറ്റ് പൈസ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇത് മറ്റ് സ്ഥലങ്ങളിൽ അടുത്തിടെ ഉദാഹരണത്തിന് റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. തണ്ണിത്തോട് എസ്റ്റേറ്റിലും ഇതുപോലെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ ആരായണമെന്ന് അന്വേഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിലമ്പൂര്, പേരാമ്പ്ര ഇതെല്ലാം അതീവ ചാരുതയാർന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ ഗവൺമെൻറ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെയും സമ്മതത്തോടു കൂടി പരിമിതമായ തോതിൽ പ്രകൃതിയെ യാതൊരു തരത്തിലും നോക്കാതെ നമുക്ക് ഇത്തരം പദ്ധതികൾ ആരംഭിക്കാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെ വിവിധ വിളകളുമായി മുമ്പോട്ടു പോകുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പ്രധാന വിളകളിൽ ഒന്നാണ് കശുവണ്ടി. ഏകദേശം 15,000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ് ജില്ലയിലും പാലക്കാട് എസ്റ്റേറ്റിലുമായാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഈ വിള പല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷനെ എന്നും ലാഭത്തിലേക്ക് നയിക്കുകയാണ് റബ്ബർ. ഇന്ന് ഏകദേശം 7,500ഓളം ഹെക്ടറിൽ 7 എസ്റ്റേറ്റുകളിലായാണ് റബ്ബർ കൃഷി ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എസ്റ്റേറ്റ്. ഇവിടെ റബ്ബർ കൃഷിയോടൊപ്പം ഇവയുടെ അനുബന്ധ ഭാഗമായ റബ്ബർ വുഡ് ഫാക്ടറിയും ഹൈ ക്വാളിറ്റി ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്ന സിനക്സ് ഫാക്ടറിയും പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ റബ്ബർ വുഡ് ഫാക്ടറിയിൽ ഉൽപാദനശേഷി കഴിഞ്ഞു മുറിച്ചു മാറ്റുന്ന റബ്ബർ മരങ്ങൾ വിവിധ പ്രക്രിയകളായ കെമിക്കൽ ട്രീറ്റ്മെന്റും സ്റ്റീമിംഗും നടത്തി വിവിധ അളവുകളിലുള്ള റോ മെറ്റീരിയലുകളായി ഉൽപ്പാദിപ്പിച്ചു വരുന്ന ഇവിടെ സിനക്സ് ഫാക്ടറിയിൽ BIS സ്റ്റാൻഡേർഡിന് മുകളിലുള്ള ലാറ്റക്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 30% റബ്ബറുമായി എത്തുന്ന ഫീൽഡ് ലാറ്റക്സിനെ ലോറികളിൽ നിന്നും ടാങ്കിലേക്കും അവിടെ നിന്ന് 1 മിനിറ്റിൽ 8,000 RPM കറങ്ങുന്ന സെന്റർ ഫ്യൂജിംഗ് യൂണിറ്റ് വഴി കടത്തിവിട്ട് വേർതിരിച്ച് 60% ഉള്ള സിനക്സ് ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്നു. പ്ലാന്റേഷൻ രംഗത്ത് ഈ വെറും പ്ലാന്റേഷൻ മാത്രമല്ല, അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളൂടെ. പ്ലാന്റേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റബ്ബർ നമ്മളെ മെയിൻ പ്രോഡക്റ്റാണ്. അതിന് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കും.
അതിൽ നിന്ന് കുറച്ച് ഏതെങ്കിലും വ്യവസായങ്ങൾ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വ്യവസായങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉണ്ടാക്കിയാൽ അതിനകത്ത് കുറേ പേർക്ക് തൊഴിൽ നൽകാൻ പറ്റും. പ്ലാന്റേഷൻ രംഗത്ത് തന്നെ ഈ റബ്ബറും മെയിനായിട്ടുള്ള തേയിലയൊന്നും കൃഷി ചെയ്യത്തക്ക രീതിയിൽ ലാൻഡ് അല്ല നമുക്കുള്ളത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഇപ്പം പിന്നെ മൂന്നാറിലോ പിന്നെ അല്ലെങ്കിൽ വയനാട് ഏരിയയിലോ ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടക്കാം. നമ്മുടെ കോർ ഫങ്ഷൻ, നമ്മുടെ അടിസ്ഥാന ധർമ്മം നമ്മുടെ എസ്റ്റേറ്റുകൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എസ്റ്റേറ്റുകൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെല്ലാം ക്രമീകരിക്കണം. നമ്മുടെ എസ്റ്റേറ്റുകളിലെ കാലപ്പഴക്കം വന്ന മരങ്ങൾ വെട്ടിമാറ്റി പുതിയ പ്ലാന്റിങ് നടത്തണം. കഴിഞ്ഞ മാസം ഞങ്ങൾ കാസർഗോഡ് 300 ഏക്കറിൽ പുതുതായിട്ട് പ്ലാന്റിങ് ആരംഭിച്ചിട്ടുണ്ട്. തണ്ണിത്തോട്ടിലും അതുപോലെ തന്നെ പേരാമ്പ്രയിലും പുതിയ പ്ലാന്റിങ് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വില ഈ നിലയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ എസ്റ്റേറ്റുകളും നമുക്ക് കോർ ഫങ്ഷൻ നന്നായി നടത്തുക, പ്ലാന്റിങ് നന്നായിട്ട് നടത്തുക, ടാപ്പിംഗ് നന്നായിട്ട് നടത്തുക. ഈ ജോലിയാണ് നമുക്ക് പ്രഥമമായിട്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ കശുവണ്ടിയിൽ തന്നെ നമുക്ക് പുതിയ ഇനം കശുവണ്ടികൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം കശുവണ്ടി നടന്ന രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കശുവണ്ടിയിൽ കൂടി കൂടുതൽ ഉൽപ്പാദനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓയിൽ പാമിൻ്റെ ഫാക്ടറിയിൽ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു കൺസൾട്ടൻറ്റിനെയാണ് നമ്മൾ വെച്ചത്. അവിടെ നിന്ന് കേവലം ഓയിൽ പാം മാത്രമല്ല അതിൻ്റെ മറ്റ് ബൈ പ്രോഡക്ട്സും, അതായത് അതിൻ്റെ തോട് ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് രസമെടുത്ത് അത് ഉപയോഗിക്കാനും ഒക്കെ തീരുമാനിച്ചു. അതൊക്കെ വളരെ വിപണിയിൽ വലിയ സൗന്ദര്യ വസ്തുക്കൾക്ക് വേണ്ടി വളരെ മാർക്കറ്റുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഈവൻ ബൈ പ്രോഡക്ട്സ് പോലും നമുക്കങ്ങനെ നിർമ്മിക്കാം. അതെ, ഈ ലക്ഷ്യങ്ങളുമായി മുന്നേറുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന് അവ സാക്ഷാത്കരിക്കാനുള്ള ദൂരം ഇനി ഏറെ അകലെയല്ല. ഇന്ന് 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് വരുന്ന നവംബർ 16 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ദ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെ ഇന്ത്യയിലെ തന്നെ മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തുന്നതിന് നമുക്കും പങ്കുചേരാം.